നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? നാളത്തെ വിശേഷത്തിൽ ബബിത തൻ്റെ കാമുകനെ വിളിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര ശല്യവാ. നേരിട്ട് കാണണം, നേരിട്ട് കണ്ടു വേണം സംസാരിക്കാനൊക്കെ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബബിതയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ബബിതയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനോടൊപ്പം ഒന്ന് പോകണമെന്നുണ്ട്. പക്ഷേ എങ്ങോട്ട് പോവും? ക്ലാസ്സിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല. വീട്ടടഞ്ഞാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. അപ്പോൾ ഒരു മാർഗം കണ്ടെത്തി. കൃഷ്ണമോള് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ബാലേന്ദ്രനെ കാണാനായിട്ട്. വീട്ടിലാണെങ്കിൽ മുത്തശ്ശിയും അലീനയും മാത്രമേ ഉള്ളൂ. പറ്റിയ സമയം വീട്ടിലേക്ക് വിളിച്ചാലും കുഴപ്പമില്ല, മുത്തശ്ശി എഴുന്നേറ്റ് വരില്ല. പിന്നെ അലീന അടുക്കള ജോലിയായിട്ട് പോയിക്കോളും. ഇനി അവൾ വന്ന് ചോദിച്ചാൽ പോലും തൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയാണ്. ഒടുവിൽ അവൻ എന്ത് ചെയ്തു? ബബിതയെ കാണാനായിട്ട് നെടുമ്പൊരിക്കൽ വീട്ടിലേക്ക് വരിക. അവൻ വന്ന് കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞപ്പം ബബിതയാണ് പോയി കഥ തുറക്കുന്നത്. അവനെ കണ്ട ബബിതയ്ക്ക് ഭയങ്കര സന്തോഷം. നീ കയറുക എന്ന് പറഞ്ഞു. അങ്ങനെ അവനെയും കൂട്ടി ഹാളിലേക്ക് വന്നു. അങ്ങനെ അവർ രണ്ട് സംസാരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ബബിതയോട് ചേർന്നിരുന്നു. ബബിതയുടെ കൈയൊക്കെ എടുത്ത് പിടിച്ച് കയ്യേലേക്ക് ഇങ്ങനെ തൊട്ടും തലോടി അവൻ ഇരിക്കുകയാണ്. അവൻ്റെ മൂഡ് മാറിക്കൊണ്ടിരിക്കുക. ബബിതയാണെങ്കിൽ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അവൻ പറഞ്ഞു, ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ സെർവൻറ്റും ഉണ്ട്, പിന്നെ മുത്തശ്ശിയുണ്ട്. മുത്തശ്ശി അവിടെ കിടന്ന് നല്ല ഉറക്കുക. ഇനിയിപ്പം മുത്തശ്ശി എഴുന്നേറ്റാൽ പോലും മുത്തശ്ശി ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരാൻ പോകുന്നില്ല. മുത്തശ്ശി വയ്യാതെ കിടക്കുക, എഴുന്നേക്കാൻ പറ്റില്ല. പിന്നെ സെർവൻ്റ് ഉള്ളത്, അവൾക്ക് എൻ്റെ കാര്യത്തിൽ അത്ര ഇത് ബോധേടാവേണ്ട കാര്യമില്ല. അവളവിടെ ഇരുന്നോളൂ. അവൾ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് വന്നാൽ ഞാൻ മറുപടി പറഞ്ഞോളാം. അങ്ങനെ യാതൊരു ടെൻഷനും ബബിതയ്ക്കില്ലായിരുന്നു. അവർ രണ്ടുപേരും കൊഞ്ചിക്കൊഴഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. അലീന വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ബബിതയുടെ കയ്യിലൊക്കെ പിടിച്ച് ബബിത അവനോട് ചേർന്നിരിക്കുകയാണ്. ആ ഇരിപ്പ് കണ്ടപ്പം അലീനയ്ക്ക് പെട്ടെന്ന് ടെൻഷനായി. അലീന അങ്ങോട്ട് കടന്നു വന്നു. ബബിത അവൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ടേ വിട്ടു. അലീന വന്നിട്ട് ചോദിച്ചു, അല്ല ഇതാരാന്ന് ചോദിക്കുക. ഇതെൻ്റെ ഫ്രണ്ട്. ഫ്രണ്ടോ? അതെ. അല്ല, ഇന്ന് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണോ കോളേജ് പോയിരുന്നത്? ക്ലാസ് കട്ട് ചെയ്തേന്ന് ചോദിക്കുകയാണ്. അപ്പം രാവിലെ കൃഷ്ണമോൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ബബിതയെ വിളിച്ച, പക്ഷെ അതിന് പോലും ബബിത പോയില്ല. ബബിത വീട്ടിൽ കുത്തിപ്പിടിച്ചിരുന്നു. കാരണം കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട്. രോഹിത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് ബബിത. ആ സമയത്ത് അലീനയ്ക്കൊരു പന്തിയോട് തോന്നി. അലീന പറഞ്ഞു, അല്ല ഫ്രണ്ടിനെ കാണാനായിട്ട് ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിൽ ഇരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇന്ന് കോളേജിൽ പോയിട്ട് കൂടായിരുന്നോ ബബിത നിനക്ക്? അത് നീയാണോ തീരുമാനിക്കുന്നത്? എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ വരണ്ട. സെർവൻ്റ് നിലയ്ക്ക് നിന്നാൽ മതി. അത് കേട്ടപ്പം അലീന പറഞ്ഞു, ഓ അങ്ങനെയാണല്ലേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ മാഡത്തിനെ വിളിച്ചു പറഞ്ഞേക്കട്ടെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭവിതയ്ക്ക് ദേഷ്യം വന്നു. ഭവിത ചോദിച്ചു, നിനക്ക് എന്തിൻ്റെ കേടാ? നീ നിൻ്റെ പണി നോക്കിപ്പോ. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇതെൻ്റെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീറുവാണ് നിന്നിട്ട്. അലിനിക്ക് നല്ല ദേഷ്യവും സങ്കടം വന്നു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഉടനെ ചെയ്യണം. അലീന നേരെ മുത്തശ്ശിയുടെ അരിയിലേക്ക് ചെല്ലുക. മുത്തശ്ശി ചോദിച്ചു, എന്താ മോളെ? അത് ബബിത ഒരു ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരനോ? ആ ഫ്രണ്ടാന്നൊക്കെ പറയുന്നു. ഇനി കോളേജിൽ പഠിക്കുന്ന വല്ല ഫ്രണ്ടും ആണോ, അതിന് പുറത്തുള്ള ഫ്രണ്ടാണോന്ന് എനിക്കറിയത്തില്ല മുത്തശ്ശി. എന്നിട്ട് നീയോ അത് കണ്ടിട്ട് നീ ഇങ്ങോട്ടേക്ക് കയറി പോന്നോ? അല്ല ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? ഞാൻ അവളോട് ചോദിച്ചു, പക്ഷേങ്കിൽ അവൾ ഫ്രണ്ടാ, പിന്നെ അവളുടെ കാര്യത്തിൽ കൂടുതൽ തലയിടാൻ ചെല്ലണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, മോളെ അത് അപകടമാണ്. ഏതവനാ അങ്ങനെ ആരാ എന്താണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നീ അവളെ ചെന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വാ, ഞാൻ വിളിക്കുന്നു പറ. ശരി മുത്തശ്ശി. മുത്തശ്ശിയുടെ നെഞ്ചിനകത്തൊരു പിടപ്പുണ്ടായി. കാരണം വൈജയുടെ പതിപ്പാണ് ഇവിടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വൈജയുടെ അനുഭവം മുത്തശ്ശിയുടെ മനസ്സിലുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. ആ സമയം അലീനയ്ക്കും ടെൻഷൻ. തൻ്റെ അനുജത്തിയാണ്. അവൾ എന്തൊക്കെ പറഞ്ഞാലും താനിതൊക്കെ കേട്ട് മിണ്ടായിരുന്നിട്ട് കാര്യമില്ല. അവളെ നേർവഴിക്ക് നടത്തണം. അവൾക്കൊരു തട്ടുകേട് സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അലീന അങ്ങ് ചെന്നിട്ട് ഭവിതയോട് പറഞ്ഞു, നിന്നെ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. ഓഹോ, അപ്പം ഇത്ര പെട്ടെന്ന് നീ മുത്തശ്ശിയോടും പോയി പറഞ്ഞു കൊടുത്താണല്ലേ? എന്നിട്ട് അവനോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു. ആ സമയം മുത്തശ്ശി ചോദിച്ചു, അല്ല ആരാ ബബിതേ? നിന്നെ കാണാൻ ഏതൊരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ടല്ലോ, അതാരാന്ന് ചോദിച്ചു. അതെൻ്റെ ഫ്രണ്ടാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? അതെനിക്ക് എൻ്റെ കോളേജിൽ പഠിക്കുന്ന. അല്ല ഇന്ന് ക്ലാസ് ഉള്ളതല്ലേ നിനക്ക്? ക്ലാസ് കട്ട് ചെയ്തിട്ട് നീ എന്താ ഞാൻ വീട്ടിൽ ഇരുന്നേ? അത് എനിക്കിന്ന് നല്ല സുഖമില്ലായിരുന്നു മുത്തശ്ശി. പിന്നെന്തിനാ അവൻ ഇങ്ങോട്ടേക്ക് നിന്നെ കാണാൻ വന്നേ? അവൻ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല. അല്ല ഇവിടെ ആരും ഇല്ലാത്ത സമയത്താണോ ഫ്രണ്ടിനെ നീ വീട്ടിലേക്ക് വിളിക്കുന്നേ? വൈജയന്തി ഇല്ല, ഞാൻ വയ്യാതെ കിടക്കുക, പിന്നെ അലീനയല്ലേ ഉള്ളൂ. അതിനിപ്പോൾ എന്താ, ഇവളിവിടെ ഉണ്ടല്ലോ.
അവൾ ഇവിടെ ഉണ്ടെങ്കിലും അവൾക്ക് 100 കൂട്ടം ജോലിയുണ്ട്. നിന്നെ നോക്കിയിരിക്കാനാണ് അവൾക്ക് സമയം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇമാതിരി വേലത്തരൊന്നും ഇവിടെ വേണ്ട കേട്ടോ. അപ്പോഴേക്കും പവിത പറഞ്ഞു, മുത്തശ്ശിയുടെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യത്തിൽ കൂടുതൽ തലയിടാൻ വരണ്ട. നീ എന്താടി പറഞ്ഞേ? അതെ, മുത്തശ്ശി അവിടെ കിടന്നാൽ മതി, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എനിക്ക് നല്ലതും ചീത്തയെ കണ്ടാൽ തിരിച്ചറിയാണ്ട് സാധിക്കും. അതുകൊണ്ട് മുത്തശ്ശി കൂടുതൽ ഉപദേശിക്കാൻ വരണ്ട. മുത്തശ്ശിക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. കാരണം പവിത ഇങ്ങനെ തലതെറിച്ച് വർത്താനം പറയുന്ന പ്രതീക്ഷയില്ല. അലീന പറഞ്ഞു, ബബിത നീ ആരോട് എന്താ പറയണമെന്നറിയാവോ? മുത്തശ്ശിയോടാ. അത് നിന്റെ മുത്തശ്ശിയാ. ആ ബഹുമാനം കൊടുത്ത് വേണം സംസാരിക്കാൻ. പിന്നെ നീ അങ്ങോട്ട് ബഹുമാനം കൊടുത്താൽ മതി. എനിക്ക് അത്ര ബഹുമാനം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നീ എന്നെ പഠിപ്പിക്കാനും വേണ്ട. പറഞ്ഞത് കേട്ടല്ലോ. മുത്തശ്ശി പറഞ്ഞൊരു കാര്യം ചെയ്യാം അലീനെ, നീ ആ വൈജയനെയും കൂടി വിളിച്ചാട്ടെ, ഞാൻ സംസാരിക്കാം. അത് കേട്ടപ്പം ബബിതയ്ക്ക് ടെൻഷനായി. മുത്തശ്ശി പറഞ്ഞു, ഒന്നെങ്കിൽ അവനെ ഇപ്പം തന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടണം, അല്ലെങ്കിലുണ്ടല്ലോ ഞാൻ വൈജയനെ വിളിച്ച കാര്യങ്ങൾ ഇപ്പം തന്നെ പറയും. ആരുമില്ലാത്ത സമയം നോക്കി ഒരുത്തനെ വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ട് നീ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നോ? എനിക്ക് ഇവിടുന്ന് എഴുന്നേക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ നിന്റെ കാരണം അടിച്ച് ഞാനിപ്പോൾ പൊട്ടിച്ചാനോ. എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത നിന്റെ ഭാഗ്യമെന്ന് നീ കൂട്ടിയാൽ മതി. അത് കേട്ടപ്പോൾ ബബിതയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ആ സമയത്ത് അലീനും ബബിതയെ നോക്കി. അപ്പോഴേക്കും ബബിത ദേഷ്യപ്പെട്ട് അലീനയെ നോക്കി പുറത്തേക്ക് ഇറങ്ങി. അലീനയും കൂടെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമോ? മുത്തശ്ശി പറഞ്ഞു, മോളും കൂടെ ചെല്ലു, പറയാൻ പറ്റില്ല, ഇവരൊക്കെ എന്താ ഒപ്പിക്കുന്നത് പറയാൻ പറ്റില്ല. അങ്ങനെ അലീനയും കൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ബബിത ചോദിച്ചു, ഇപ്പം നിനക്ക് സമാധാനമായല്ലോ അല്ലേ? നിന്റെ സൂക്കേട് മാറിയോടിയെന്ന് ചോദിച്ചു. അലീന ചോദിച്ചു, എന്താ ബബിത നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇങ്ങനെയാണോ? പിന്നെ അല്ലെങ്കിൽ നിനക്ക് ഇത്തിരി ഇത് കൂടുന്നുണ്ട്, എനിക്കറിയാം. ഇത്തിരി അധികാരം കൂടുതലല്ല നിനക്കിവിടെ. ആ അധികാരം നീ എൻ്റെ അടുത്ത് എടുക്കാൻ വരണ്ട. എല്ലാവരും ഭരിക്കാനായിട്ട് വന്നിരിക്കുന്നു. സ്വസ്ഥതയോടെ സമാധാനത്തോടെ അവൾ ജീവിക്കാൻ സമ്മതിക്കില്ല. അവള് ഇവിടെ അങ്ങോട്ട് കയറി വിലസി ഇപ്പം അച്ഛനെ ഹോസ്പിറ്റലാക്കി. ഇനിയിപ്പോൾ ആരെയായിരിക്കും ഹോസ്പിറ്റലാക്കാനായിട്ട് ഒരുങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ വർത്താനം പറയാണ്. ആ സമയത്ത് അവളുടെ കാമുകന് ഹാളിൽ തന്നെ ഇരിക്കുമായിരുന്നു. ബബിത എന്നിട്ട് പറഞ്ഞു, മുത്തശ്ശിക്ക് ആകെപ്പാടെ ദേഷ്യമാണ്. മുത്തശ്ശി കാര്യങ്ങളൊക്കെ അറിഞ്ഞു, നീ പൊയ്ക്കോ. ഇനിയിപ്പോൾ അമ്മേനെ എങ്ങാനും വിളിച്ചു പറഞ്ഞ് അമ്മ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാമെന്നൊക്കെ പറയാം. അങ്ങനെ അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക, അല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. പക്ഷെ അവൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് ഭയങ്കര ദേഷ്യമായി ബബിതയ്ക്ക്. ബബിത ദേഷ്യപ്പെട്ട് അലീനയോട് പറഞ്ഞു, നിന്നെ ഞാൻ കാണിച്ചാരാടി, അധിക ദിവസം നീ ഇവിടെ ഉണ്ടാകത്തില്ല. അലീന പറഞ്ഞ ആയിക്കോട്ടെ, എനിക്കിവിടെ നിൽക്കണമെന്ന് ഒരു നിർബന്ധമില്ല ബബിതേ. എനിക്ക് ഇപ്പം പോകാൻ തയ്യാറാ. നിന്റെ അച്ഛൻ ഹോസ്പിറ്റലായതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്, അല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ലായിരുന്നു. അതും പറഞ്ഞ് അലീന മുറിയിലേക്ക് കയറിപ്പോയി. ബബിതയ്ക്കാണെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കാത്തതിൻ്റെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. അവനോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണം, അടുത്തിരിക്കണം എന്നൊക്കെ ചിന്തയായിരുന്നു. അപ്പോൾ ആ ഒരു ദേഷ്യം അലീനയുടെ നേർക്കുണ്ടായിരുന്നാനും. അതേസമയം കൃഷ്ണമോള് ബാലേന്ദ്രനെ കാണാൻ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിച്ചിട്ട് കൃഷ്ണമോള് ചോദിച്ചു, അല്ല അച്ഛന് സുഖമാണോ? എനിക്ക് കുഴപ്പമില്ല. അല്ല അച്ഛനിത് എന്താ പറ്റിയത് പെട്ടെന്ന്? ഇതെന്ത് കോലം അച്ഛാ? അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല മോളെ. എന്നാ അച്ഛൻ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുന്നത്? അച്ഛൻ വീട്ടിലേക്ക് വാ. അച്ഛനില്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല. എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും ഭയങ്കര വിഷമം. അമ്മ പുറത്തുണ്ട്. അച്ഛൻ അമ്മയെ കാണാൻ സമ്മതിച്ചില്ലോ. വൈജയന്തിയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ നല്ല ദേഷ്യമായി ബാലേന്ദ്രൻ്റെ. ബാലേന്ദ്രൻ പറഞ്ഞു, സങ്കടോ? ആർക്ക്? അവൾക്കോ? എന്നാൽ നീ വിളിച്ചുകൊണ്ടൊക്കെ ഒന്ന് കാണിക്കടി അവളെ, ഞാൻ ഈ കിടക്കുന്ന കോലം കാണിക്കുക. അതും പറഞ്ഞ് ബാലേന്ദ്രൻ ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തെ ആ മെഷീൻസിൻ്റെ വയറെല്ലാം ഊരിക്കളയാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമമായി. കൃഷ്ണമോള് വെച്ച്, അച്ഛൻ എന്താ കാണിക്കണമെന്ന് ചോദിച്ചു. നേഴ്സ് വന്നിട്ട് പറഞ്ഞു, സാറേ അവിടെ അടങ്ങി കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യക്തി പിടിച്ച് കിടത്തുവാണ്. കൃഷ്ണമോള് പറഞ്ഞു, എന്തിനാ അച്ഛാ ദേഷ്യപ്പെടുന്നേ? അതിന് ഞാൻ ദേഷ്യപ്പെടാൻ പാത്രമൊന്നും പറഞ്ഞല്ലോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, നിന്റെ അമ്മേനെ കുറിച്ച് നീ ഇവിടെ ഒരക്ഷരം പോലും മിണ്ടിപ്പോയേക്കല്ല, അറിയാലോ. അമ്മയാണ് പോലും അവള്. എനിക്ക് അവളെക്കുറിച്ച് ഒരു വാക്ക് പോലും കേൾക്കണ്ട. കൃഷ്ണമോൾക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായില്ല. അച്ഛൻ നല്ല കട്ടക്കലിപ്പിനാ. അമ്മയോട് എന്തോ ഒരു ദേഷ്യമുണ്ട്, അതെന്താണെന്നറിയത്തില്ല. ചിലപ്പോൾ അതായിരിക്കും അമ്മയെ കാണണ്ടെന്ന് പോലും പറയണേ. അങ്ങനെ കൃഷ്ണമോൾ അവിടുന്ന് വിഷമിച്ചാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഈ സമയത്ത് ഗംഗാധരനും മാലതിയും കൂടെ ബാലേന്ദ്രനെ കാണാനായിട്ട് വരുവാണ്. അപ്പോൾ ബാലേന്ദ്രനെ കാണാൻ വരുന്ന വഴിക്ക് തന്നെ അവർ വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് ഗംഗാധരനോട് മാലതി ചോദിച്ചു, അല്ല ഗംഗേട്ടാ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നേരെ ഹോസ്പിറ്റലിലേക്ക് ബാലേന്ദ്രനെ കാണാനാണോ അതോ ഇനി കടപ്പാട്ടി വീട്ടിലേക്കാണോ? ഒരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് പോയാൽ ശരിയാകത്തില്ല. ബാലേന്ദ്രൻ്റെ മൂഡ് എങ്ങനെയാണെന്ന് അറിയില്ല. ബാലേന്ദ്രൻ്റെ മൂഡ് ശരിയില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമോ. ചിലപ്പോൾ അവന് ഇനി ഒന്നുകൂടെ ഒരു ഇത് വന്നാലോ, സ്ട്രെസ്സ് കൂടുതലായിട്ടുണ്ടെങ്കിൽ വീണ്ടും സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് വേണ്ട. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് തന്നെ പോവാം. അപ്പോഴേക്കും മാലതി പറഞ്ഞു, അത് ശരിയാ, വീട്ടിൽ പോവാം, വൈജയനെ കാണാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഗംഗേട്ടനൊന്ന് സംസാരിക്കണം വൈജയന്തിയോട്. അവളുടെ ഈ ദേഷ്യവും മുൻകോപമൊക്കെ ഒന്ന് മാറ്റി വെക്കാനായിട്ട്. അത് അവളുടെ ജീവിതത്തെ നശിപ്പിക്കത്തുള്ളൂ. അവളുടെ സ്വഭാവം അറിയാലോ, വെട്ടെന്നും മുരണ്ടെന്ന ആരും ഒരു ബഹുമാനമൊന്നുമില്ല. ആ സ്വഭാവം മാറ്റി വെച്ചില്ലെങ്കിൽ ഇനി ദുരന്തങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അത് ശരിയാ, ഞാനതൊക്കെ സംസാരിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അവർ കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ച് കഴിഞ്ഞപ്പോൾ
പോയി കഥ തുറക്കുന്ന അലീനയാണ്. അലീന നോക്കിക്കഴിഞ്ഞപ്പോൾ പരിചയമില്ലാത്ത രണ്ടുപേര്. പെട്ടെന്ന് അലീന ചോദിച്ചു, ആരാ എന്താ ഏതാന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അലീനയോട് ചോദിച്ചു, ആരാ? ഞാനിവിടുത്തെ സെർവൻ്റാ. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, ഞാൻ വൈജയുടെ സഹോദരൻ ഗംഗാധരൻ. ഓ, ഇപ്പോൾ മനസ്സിലായി. ആഗ്രയിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം അലീനയ്ക്ക് മനസ്സിലായി. അവിടെയാണ് തൻ്റെ അമ്മ കുറച്ചാൾ പോയി നിന്നേ. അവിടെ വെച്ചാണ് താൻ പ്രഗ്നൻ്റ് ആയത് എന്നൊരു ചിന്തയൊക്കെ, അല്ല തന്നെ പ്രഗ്നൻ്റ് ആയത് തൻ്റെ അമ്മ എന്നൊരു ചിന്തയൊക്കെ അലീനയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അലീന അവരെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുക. അവരും അലീനയെ തന്നെ നോക്കി. കണ്ടിട്ട് സർവൻ്റ് ആണെന്ന് തോന്നില്ല. നല്ല ഐശ്വര്യമുള്ളൊരു മുഖം, എവിടെയോ കണ്ടു മറന്നൊരു മുഖം പോലെ അവർക്ക് രണ്ടുപേർക്കും തോന്നുകയാണ്. അപ്പോഴേക്കും മാലതി ചോദിച്ചു, അല്ല കുറച്ച് നാളായി ഇവിടെ വന്നിട്ട്? കുറച്ച് നാളായി. അല്ല അമ്മ എന്തിയെ? മുത്തശ്ശി മുകളിലത്തെ മുറിയിലുണ്ടെന്ന് പറഞ്ഞു. അവർ അലീനയെ ഇങ്ങനെ അടിമുടിയും നോക്കി. പിന്നീട് അലീന അവരെയും കൂടി നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ഗംഗാധരനെ മാലതിയും കണ്ടപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി. മുത്തശ്ശി കരഞ്ഞെന്നിട്ട് പറഞ്ഞു, ഇപ്പോഴെങ്കിലും നിനക്ക് എന്നെ കാണാൻ വരാൻ തോന്നിയില്ലോ? കണ്ടില്ല ഞാൻ ഈ കിടക്കുന്ന കിടപ്പ്? ഈ കൊച്ചുള്ളതുകൊണ്ട് മാത്രം ഞാനിപ്പം ജീവൻ പിടിച്ചു നിർത്തി ഇവിടെ കിടക്കുന്നത്. അല്ലായിരുന്നേ പണ്ടേ ഞാൻ മുകളിലേക്ക് പോയനം. കുഞ്ഞിരാമേട്ടൻ പോയടത്തേക്ക് തന്നെ ഞാനും പോയനം. ഈ കൊച്ചിൻ്റെ ഒറ്റ പരിചരണം കൊണ്ട് മാത്രമാണ്. അപ്പോഴേക്കും ചോദിച്ചു, അല്ല ബാലേന്ദ്രൻ എങ്ങനെയുണ്ടമ്മേ? കുറവുണ്ടെന്നാ പറഞ്ഞത്. കൃത്യസമയത്ത് ഇവള് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മാത്രം ബാലേന്ദ്രൻ രക്ഷപ്പെട്ടെ. അല്ലെങ്കിൽ ബാലേന്ദ്രൻ നീ ഭൂമിയെ പോലെ ജീവനോടെ കാണത്തില്ലായിരുന്നു എന്നൊക്കെ പറയണം. ആ സമയത്ത് മാലതിയും ഗംഗാധരനും അലീനയെ നോക്കുന്നുണ്ട്. അവളുടെ മുഖത്തെ കുലീനത്വവും ആ സൗന്ദര്യവും ഒക്കെ അവർക്കെന്തോ അവരുടെ ആരോ ആന്നുള്ള ചിന്ത മനസ്സിലേക്ക് വരുവാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു അടുപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അലീനെ പ്രസവിക്കുന്ന സമയത്ത് അവരായിരുന്നല്ലോ കൂടെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് അവർക്കൊരു പ്രത്യേക ഒരു അടുപ്പവും കാര്യങ്ങളൊക്കെ അലീനയോട് തോന്നുന്നുണ്ട്. എവിടെയോ ഒരു കണ്ടു മറന്ന ഒരു മുഖം പോലെ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അലീന പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി അവർക്കുള്ള ചായയൊക്കെ ആയിട്ട് വരുന്നൊക്കെ ഉണ്ട്. ആ സമയത്തെല്ലാം മുത്തശ്ശിയും ഗംഗാധരനും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഗംഗാധരൻ ഒരു നിമിഷം ആലോചിച്ചു, അമ്മയോട് കാര്യങ്ങളൊക്കെ പറയണോ വേണ്ടയോ? ബാലേന്ദ്രൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ശരി വേണ്ട. ഇനിയിപ്പോൾ ഈ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അതോടെ അറിഞ്ഞാൽ അമ്മയ്ക്ക് ഇനി അതിനേക്കാളും വലിയ ടെൻഷനാവും. തൽക്കാലത്തേക്ക് പറയേണ്ടതെന്നൊക്കെ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.